തന്നെ പറഞ്ഞു നമ്മുടെ ഷോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മുടെ താരവിളയാട്ടം എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വരണം എന്ന് ചാനലിൽ ഒരുപാട് തവണ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു അല്ലേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്ത് ചെയ്യുന്നു മോൻ? എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. വീട്ടില് ഞാനും ഒരു അമ്മൂമ്മയും എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 10 വരെ പഠിച്ച് പാസ്സായി. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. രാവിലെ എനിക്ക് വിശന്നൊക്കെയാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നോ? ക്ലാസ്സിൽ ചെയ്യുമായിരുന്നു. ക്ലാസ്സിൽ അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അവര് കളിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് എപ്പോഴാണ്? ആദർശേട്ടൻ ചെയ്യുന്നില്ല, അത് കണ്ട് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ കണ്ട് പഠിച്ച് ഒരു 3 ദിവസം കൊണ്ട് തന്നെ പഠിച്ച്. 3 ദിവസം കൊണ്ട് പഠിച്ച മിടുക്കനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പഠിച്ച കാര്യം എന്നൊക്കെ ഒന്ന് ഇപ്പം ഈ ബീറ്റ് ബോക്സ് എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാ സ്ഥലത്തൊക്കെ എത്തി. അപ്പം അത് ഒരു 1 മാൻ ഷോ പോലെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ. സൂപ്പർ. നെക്സ്റ്റ് വൺ. ഇനി ഒരു തവളയുടെ ശബ്ദത്തിൽ നിന്ന് ഒരു ബീറ്റ്. തവളയുടെ ശബ്ദം ഇതാണ്. തവളയുടെ ശബ്ദത്തിൽ നിന്ന് ബീറ്റ്. ഇനി കൂട്ടത്തോടുള്ള വിളി, പിന്നെ ബീറ്റ്. തവളയുടെ ഇന്ന് മുതൽ ഇത് ഫ്രോക്ക് മ്യൂസിക് എന്നറിയപ്പെടും. കൂട്ടത്തോടെയുള്ള വിളി. ഓക്കേ, നെക്സ്റ്റ് വൺ. ഇനി വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദത്തിൽ നിന്ന് ഒരു ബീറ്റ്. ഓക്കേ, ബീറ്റ്. അതായത് ഒരു ചായ, ഒരു വട, ഒരു ബീഡി. ഓക്കേ, നെക്സ്റ്റ് വൺ. ഇനി MG ശ്രീകുമാർ സാറിന്റെ ചിരിന്ന് ഒരു ബീറ്റ്. ഞാനപ്പം പിള്ളി അടിയൊരു പൂ കിട്ടി. ഓക്കേ, നെക്സ്റ്റ് വൺ. ഇനി ഒരു നോർമൽ DJ. ഓക്കേ, ഒരു DJ മിക്സ്. Go, Masters.